السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തു യാസീന്റെ 10 ആയത്തുങ്ങ ഞങ്ങൾ വിശദീകരിച്ച അല്ലാഹു തആല വളരെ അത്ഭുതകരമായ ഒരു ഗ്രന്ഥമായിട്ട്, കിതാബായിട്ട് ഖുർആൻ അല്ലാഹു തആല അവതീർണാക്കിറാണ്ടും ആ ഖുർആൻ ഒട്ടിಗೆ അത്ഭുതകരമായ അദ്ഭുതമായിട്ടുള്ള വ്യക്തിത്വമുള്ള അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല അതിലെ പടിപ്പാട്ട് ഉപനായിട്ട് കടത്തിരാണ്ടും ചൊന്നൽ. പിന്നെ പക്ഷേ അതിരെ സ്വീകരിക്കട ആൾമാര്, ഖുർആൻ പടിപ്പാട്ട ആശയത്തെ സ്വീകരിക്കട ആൾമാര് അത് വളരെ അല്പസംഖ്യാത്തായിട്ടുള്ള കുറഞ്ഞ ആയിട്ടുള്ള ആൾമാരായിട്ട് കിടാറ് എന്ന് അല്ലാഹു തആല ചൊന്ന. ചെമ്മത്തെ ആൾമാര് ഇത് വിശ്വസിക്കില്ല, ഇതില് നമ്പില്ല, ഇത് സ്വീകരിക്കില്ല എന്ന് അല്ലാഹു തആല പടിപ്പാട്ടിയ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾട്ട് അല്ലാഹു തആല ചൊന്ന, ഓ നബിയെ, നിങ്ങ ആഖിറത്തെ ಬಗ್ಗೆ നിങ്ങൾ വാർണിംഗ് കൊടുക്കിടാറ്. ആ വാർണിംഗ് എല്ലാവർക്കും ഉപകാരപ്പെടില്ല, ചെമ്മത്താൽമാർക്കും ഉപകാരപ്പെടില്ല. അത് ഉപകാരപ്പെടേ ആൽമാര് ഉപദേശ കിട്ടണോ ചൊണ്ട ആഗ്രഹമില്ലങ്ങനത്തെ ಅದಕ್ಕಾയിട്ട് കൊതിക്കിട ആൽമാരും അതുപോലെ അല്ലാഹു തആലയുടെ പേടിയുള്ളേ, ഒരു അദൃശ്യമായ ഒരു ശക്തിയുടെ പേടിയുള്ളങ്ങനത്തെ ആൽമാർക്കാണ് ഇത് ഉപകരിക്കടേ, ഫായിദ ഉണ്ടാക്കടേ എന്ന് അല്ലാഹു തആല വിശദീകരിച്ച. പിന്നെ അല്ലാഹു തആല എന്തിനാണ് ഇങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കണ, എന്താണ് വാർണിംഗ് കൊടുക്കണേ, ഖുർആൻ മെയിനായിട്ട് വാർണിംഗ് എന്തിന്റെ ബഗ്ഗെയാണ് തറകുല്ലേ എന്ന കാര്യമാണ് അല്ലാഹു തആല വിശദീകരിച്ചുകൊണ്ടില്ലേ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എന്താണ് എല്ലാവർക്കും വാർണിംഗ് കൊടുക്കൂല്ലേ, ഇൻസാർ അല്ലെങ്കിൽ എച്ചരിക്ക കൊടുക്കൂല വിഷയം തരെ, അതാണ് അല്ലാഹു തആല ചൊന്നിട്ടില്ലേ. എല്ലാവരും ജാഗ്രതരാവണായ, എല്ലാവരും ബോധത്തിലാവണായ ഒരു വിഷയ അത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നിശ്ചയമായിട്ടും നങ്ങ മരിച്ചെങ്ങനെ ജീവിപ്പിക്കട, മരിച്ചെങ്ങനെ നമുക്ക് ജീവിപ്പിക്കുകൊണ്ട് ചൊല്ല വിഷയട്ടിക്കറ് എല്ലാരെ ബോധത്തിലിക്കണായ ഒരു വിഷയ. വെറും ഈ ഒരു ജീവന മാത്രമല്ല, ഈ ജീവന ഇത് യഥാർത്ഥത്തിലൂടെ ഇവിടെ കാണ്ടങ്ങനത്തെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് ജീവിക്കുകയില്ല, അങ്ങനത്തെ ഒരു ഏകമാത്രമായിട്ടുള്ള അങ്ങനത്തെ ഒരു ജീവനല്ല. ഈ ജീവനെ കഴിഞ്ഞാൽ പിന്നെ മരിക്കിടാറ് ചൊല്ലത് എല്ലാവർക്കും ഗ്യാരണ്ടിയുള്ള ഒരു വിഷയമായിട്ടിക്കറ്. ആർക്കും ചൊല്ലോണ്ടില്ല, എല്ലാവരും മരിക്കിടാറ് ചൊല്ല വിഷയ ചൊല്ലില്ലാത്ത ആരും നിഷേധിക്കാത്ത ഒരു വിഷയമാണ്. പക്ഷെ മരിച്ചൽ പിന്നെ ഒന്ന് പാടൊന്ന് എണിക്കുകൊണ്ടു, പാടൊന്ന് ജീവിക്കുകൊണ്ടു, പാടൊരു ജീവനുണ്ടു ചൊല്ലത് അത് ചെമ്മത്ത ആൾമാർ അംഗീകരിക്കില്ല. അപ്പൊ അದ್ರ ಬಗ್ಗೆ ഓ നബിയെ നിങ്ങൾ വാർണിംഗ് കൊടുക്കോറുണ്ടാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. മരിച്ചെങ്ങനെ നങ്ങ ജീവിപ്പിക്കട, മരണാനന്തര ഒരു ജീവന ഉണ്ടു. മരണാനന്തര ജീവന ഇതേപോലത്തെ പാടെടുക്ക സാധാരണ ചെമ്മത്ത ആൾമാര് പിന്നെ ഹിന്ദു ധർമ്മത്തിലുള്ള ചില വിശ്വാസമുണ്ട്. എന്തിനെ ചെമ്മത്തെ പുനർജീവനം കൊണ്ടു, ഒരേ മനുഷ്യക്ക് ചെമ്മ ജീവനം കൊണ്ടു ഒക്കെ ജീവിക്കടേ പാട് ഇതേപോലെ ജന്നാമത് ഇതേപോലെ ജീവിക്കണേണ്ട്. ആ രൂപത്തില് ഒരു സാധാരണ ഒരു ജീവനല്ല അത്. പിന്നെന്താണ് അവിടെ വിശേഷത്തെ എന്തിനാ, അതാണ് നെക്സ്റ്റ് അല്ലാഹു തആല ചൊല്ലിട്ടില്ലേ. അവിടെ എന്തിനാണ് ഒരു മരണാനന്തര പുനർജീവന എന്തിಗುല്ലേ, മരണാനന്തര പിന്നെ ഒരു പാടൊരു ജീവൻ എന്തിಗುല്ലേ, അത് വനക്തുബു മാ ഖദ്ദമു വആസാറഹും. വനക്തുബു നങ്ങ എഴുതിയോണ്ടുള്ള, നങ്ങ രേഖപ്പെടുത്തിയോണ്ടുള്ള, ധാക്കലാക്കിയോണ്ടുള്ള എന്തിനെ മാ ഖദ്ദമു അങ്ങ പ്രവർത്തിക്കടങ്ങനത്തെ കാര്യങ്ങ വആസാറഹും അങ്ങനെ പ്രവർത്തനത്തെ ഫലമായിട്ടുണ്ടാവുടങ്ങനത്തെ കാര്യങ്ങ, അങ്ങ് പ്രവർത്തിക്കടങ്ങനത്തെ കാര്യവും ഞങ്ങൾ എഴുതിയോണ്ടുള്ള, അങ്ങനെ പ്രവർത്തനത്തെ ഫലമായിട്ടുണ്ടാവുടങ്ങനത്തെ കാര്യവും ഞങ്ങൾ എഴുതിയോണ്ടുള്ള, ഞങ്ങൾ അതിനെ ഡോക്യുമെന്റ് ആക്കിയോണ്ടുള്ള, ഞങ്ങൾ അതിനെ രേഖപ്പെടുത്തിയോണ്ടുള്ള, ദാഖലാക്കിയോണ്ടുള്ള. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ.
എല്ലാ കാര്യവും അള്ളാഹു താല കൃത്യമാക്കിയിട്ട് രേഖപ്പെടുത്തി വെച്ചിറ, അല്ലെങ്കിൽ കൃത്യമാക്കിയിട്ട് അതിനെ ഡോക്യുമെന്റ് ആക്കി വെച്ചിറ. ഇവിടെ ഫി ഇമാമിൻ മുബീൻ, ഒരു ക്ലിയർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കിതാബിലു, ഒരു ബുക്കിലു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സിൽ എല്ലാ കാര്യവും, പ്രതി ഒരു ചലനവും, അത് ഓരോ മനുഷ്യരും ലോകത്ത് നടക്കണത്, പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യവും കൃത്യമായിട്ട് അള്ളാഹു താല ദാഖലാക്കി വെച്ചിറ. ഈ കാര്യത്തെ ഓ നബിയെ നിങ്ങ ആൽമാർക്ക് ಇದರ ಬಗ್ಗೆ ಒಂದು ಎಚ್ಚರಿಕೆ ಆಗಿ ಕೊಡ್ಕೋರು. ಆಲ್ಮಾರ್ಗೆ ಇದರ ಬಗ್ಗೆ ಬೋಧ ಇಲ್ಲ. ഒരു മരണാനന്തര ഒരു ജീവന ബറകുണ്ടു. ആ ജീവനത്തിക്ക് ബേനായിട്ടിക്കറ് നാനോടെ ജീവിച്ചോണ്ടുള്ളേ. ഊട്ര പ്രതിയൊരു കാര്യ ഔടകുല്ലങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ആണ്. ഊട്ര നന്റെ ഒരു പ്രതിയൊരു ചലനയും അത് അള്ളാഹു താല അതിരെ എഴുതി വെച്ചോണ്ടുള്ള, അതിരെ രേഖപ്പെടുത്തി വെച്ചോണ്ടുള്ള ചൊല്ലದರ ಬಗ್ಗೆ ചെമ്മത്തെ ആൽമാർക്ക് ബോധ ഇല്ല. ആ ബോധ നബിയെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാണ് അള്ളാഹു താല ചൊല്ലോണ്ടില്ലേ. ഇന്ന നഹ്നു നുഹ്യിൽ മൗത, നങ്ങ മരിച്ചങ്ങനെ ജീവിപ്പിക്കട. അള്ളാഹു താല നങ്ങ ആണ് ചൊന്നോണ്ടില്ലേ, നങ്ങ ജീവിപ്പിക്കട. അള്ളാഹു ജീവിപ്പിക്കട. അള്ളാഹു ചെമ്മെന്തില്ലല്ലോ, ഒരേ അള്ളാഹു അല്ലു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹുമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അവನು ഏകനായിട്ടുള്ള അങ്ങനത്തെ ഒർത്തനായിട്ടുള്ള ആളാണ്. അപ്പൊ ഏകനായിട്ടുള്ള അള്ളാഹു എന്തികാണു ഇവിടെ നങ്ങാൻ ചൊന്നോണ്ടില്ലേ, നങ്ങ മറിച്ചങ്ങനെ ജീവിപ്പിക്കട, അല്ലെ നങ്ങ ഇങ്ങനെ ആക്കണട്ട് എന്തികാണ് ചൊന്നിട്ടില്ലേ. നാനും ചൊന്നെങ്കിൽ മെയ്യാവലെന്ത. അത് ഖുർആന്റെ പല ജാഗത്തിലും ನಾವು കാണുകയുണ്ട്. അള്ളാഹു താല അവന്റെ കുതിരത്ര ಬಗ್ಗೆ, അവന്റെ ശക്തിയുടെ ಬಗ್ಗೆ പലക്ക് പറയുമ്പോ, അതുപോലെ അവനാക്കി ഇങ്ങനത്തെ ഔദാര്യങ്ങളെ ಬಗ್ಗೆ പലക്ക് പറയുമ്പോ, അതുപോലെ ನಾನು റിസ്ക് ತಂಡ എന്നದ್ರ ಬಗ್ಗೆ ಎಲ್ಲ പലക്ക് വരുമ്പോ അവನು നങ്ങാട്ടാണ് ചൊല്ലി. നങ്ങ ഇങ്ങനെ ആക്കിരല്ലേ, നങ്ങ മലപ്പുറപ്പാട്ടിയല്ലേ എന്ന രൂപത്തിലാണ് ചൊന്നിട്ടില്ല. ഉദാഹരണക്ക് നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും, നങ്ങ നിങ്ങൾക്കും റിസ്ക് തണ്ട, വ ഇയ്യാഹും നിങ്ങളെ മക്കൾക്കും നങ്ങ റിസ്ക് തണ്ട എന്ന് അള്ളാഹു താല ചൊല്ലുമ്പോ, റിസ്ക് തണ്ട വിഷയം ചൊല്ലുമ്പോ അള്ളാഹു താല നങ്ങാട്ടാണ് ചൊല്ലോണ്ടില്ലേ. അതുപോലെ നങ്ങായിട്ടിക്കട ജീവിപ്പിക്കടങ്ങും, നങ്ങായിട്ടിക്കട മരിപ്പാട്ടങ്ങ, നഹ്നുൽ വാരിസൂൻ എല്ലാരെ അനന്തരാവകാശിങ്ങ നങ്ങായിട്ടിക്കറ എന്ന് അള്ളാഹു താല ചൊല്ലോണ്ടില്ല. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ, ഭൂമിയും ഈ ഭൂമിയിലുള്ളതും ഭൂമിയിലുള്ള ആൽമാരെല്ലാരെ വാരിസുദാര, അത് നങ്ങായിട്ടിക്കട. വഇലൈനാ യുർജഊൻ, ഞങ്ങളെ ഭാഗത്തുകാണ് എല്ലാരും റിട്ടേൺ ബറകുല്ലേ, പെറബറകുല്ലേ എന്ന് അള്ളാഹു താല ചൊല്ലുന്നു. ഇങ്ങനെ പല ആയത്തില് അവന്റെ ശക്തിയുടെ ಬಗ್ಗೆ, അവന്റെ പവറിന്റെ ಬಗ್ಗೆ, അവന്റെ സ്ഥാനമാനത്തെ ಬಗ್ಗೆ ಎಲ್ಲ അള്ളാഹു താല ചൊല്ലുമ്പോ നങ്ങാട്ടാണ് ചൊല്ലി. അതേ ടൈമില് ഇബാദത്ര വിഷയ ചൊല്ലുമ്പോ അള്ളാഹു താല നാനിട്ടാണ് ചൊല്ലി. നോക്കൂ നിങ്ങ സൂറത്തു താഹൽ കാണുക. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഇന്നനി അനല്ലാഹ്, നിശ്ചയമായിട്ടും നാന്, അനല്ലാഹ് നാനായിട്ടിക്കര, നാൻ അള്ളാഹു ആയിട്ടിക്കര. ലാ ഇലാഹ ഇല്ലാ അന, നാനല്ലാണ്ട് ഒരു ഇലാഹും ഇല്ല. ഫഅബ്ദുനി, അതുകൊണ്ടിട്ടു നന്റെ ഇബാദത്താക്കൊരു, നന്റെ ആരാധന ആക്കൊരു. അഖിമിസ് സ്വലാത ലിദിക്രി, നന്റെ നെനപ്പാക്കുകയായിട്ട് നിങ്ങ നിസ്കാര നിലനിർത്തോറു എന്ന് അള്ളാഹു താല ചൊല്ലിട്ടുള്ള. അവിടെ നോക്കൂ, നാനിട്ടാണ് ഇബാദത്ര വിഷയം ചൊല്ലുമ്പോ നാണ് നന്റെ ഇബാദത്താക്കുറിട്ടാണ് ചൊല്ലിട്ടില്ലേ. ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ, നാനല്ലാണ്ട് ഇബാദത്തുക്ക് അർഹനായ ഒരാളുമില്ല. ഫത്തഖൂൻ, നന്റെ പേടിക്കൊരു. ഇതേ സൂറത്ത് യാസീനിൽ ഒരു ആയത്ത് കൊണ്ട് വാനിഅ്ബുദൂനി, നന്റെ ഇബാദത്താക്കൊരു. ഹാദാ സിറാത്തും മുസ്തഖീം എന്ന രൂപത്തിൽ ഇബാദത്തിന്റെ വിഷയം ചൊല്ലുമ്പോ നാനിട്ടാണ് ചൊല്ലി. അതിന്റെ ഇബാദത്ത് അള്ളാഹു താലക്ക് മാത്രാണല്ലേ, അള്ളാഹു താലക്ക് മാത്രമുള്ളതാണ് ഇബാദത്ത്. അപ്പൊ അവിടെ നാനിട്ടേ ചൊല്ലണം. അവിടെ നങ്ങാൻ ചൊന്നെങ്കിൽ ചിലപ്പോ ആൽമാറ് തപ്പ് വിചാരിക്കും. എന്തിരെ അള്ളാഹു ഒരു ഇലാഹു മാത്രല്ല, ചെമ്മ ഇലാഹു തൊട്ടു വിചാരിക്കുവാർ. അതേ ടൈമില് റിസ്ഖാണ് തന്റെ ചൊല്ലുമ്പോ അവിടെ അത് പിന്നെ നങ്ങാട്ട് ചൊല്ലത് ഒരു ആ സന്ദർഭത്ത് ഉപയോഗിച്ചതായിരിക്കും. കാരണം സാധാരണ ഞങ്ങളെ പലക്കത്തിലെ മനുഷ്യന്മാരെ പലക്കത്തിലെ ഒരു ഞങ്ങളെ സ്ഥാനമാനത്തെ ಬಗ್ಗೆ ഞങ്ങൾ മുണ്ടുമ്പോ അത് ഞങ്ങ ആക്കിയിട്ട് ചിലപ്പോ ഞങ്ങൾ ചൊല്ല ആക്കി ഒരാളുണ്ടായെങ്കും
ഞങ്ങളിട്ട കലിക്കൊക്കെ പറയണ്ട അല്ലെങ്കിൽ ഞങ്ങ ആക്കിയത് എന്ന രൂപത്തിലുള്ള പ്രയോഗ ഞങ്ങളെ മനുഷ്യന്മാരെ പലക്കത്തിൽ കാണുക. ആ രൂപത്തിലാണ് അള്ളാഹു താല ഇവിടെയും ചൊന്നത്, ഇന്ന നഹ്നു നുഹ്യിൽ മൗത, മരിച്ചെങ്ങനെ ഞങ്ങ എന്താക്കട ജീവിപ്പിക്കട, മരിച്ചെങ്ങനെ നമുക്ക് ജീവിപ്പിക്കുകൊണ്ട് ഞങ്ങൾ ജീവിപ്പിക്കട. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, ഞങ്ങൾ എഴുതിയോണ്ടുള്ള വനക്തുബു ഞങ്ങൾ എഴുതിയോണ്ടുള്ള മാ ഖദ്ദമു അങ്ങ് പ്രവർത്തിക്കട അങ്ങനത്തെ കാര്യങ്ങ, ആസാറഹും അങ്ങ അങ്ങനെ പ്രവർത്തനത്തെ ബാക്കിയായിട്ട് ഫലമായിട്ട് അങ്ങ് ആക്കി വെച്ചു പോയ അങ്ങനത്തെ കാര്യങ്ങ വളരെ ഞങ്ങളെ ചിന്തിപ്പിക്കട അങ്ങനത്തെ ഒരു ആയത്തേറ്റിക്കരുത്. കേവലം ഞങ്ങ ആക്കി അങ്ങനത്തെ പ്രവർത്തനങ്ങൾ മാത്രല്ല അള്ളാഹു താല നല്ലതും ബെടക്കായിട്ട് എഴുതി വെച്ചോണ്ടില്ലേ, അതിലെ റിസൾട്ടായിട്ട് എന്തെല്ലാം ഉണ്ടാവിട അതെല്ലാം അള്ളാഹു താല എഴുതി വെച്ചോണ്ടില്ല. അതായത് അതില് മുഫസ്സിരിങ് അത് ഉദാഹരണ തണ്ടാറ് എന്താണ് ഈ ഫലങ്ങ ആസാറഹും, ഞങ്ങളെ പ്രവർത്തനത്തെ ഫലങ്ങളെ അള്ളാഹു താല റിസൾട്ടിടെ എഴുതി വെച്ചുകൊണ്ടുള്ള ചൊല്ലത് അർത്ഥം മുഫസ്സിരിങ് വിശദീകരിക്കുമ്പോൾ ചൊല്ലാറ് അല്ലത്തി അബ്ഖൗഹ മിനൽ ഹസനാത്തി, എന്താണ് ഈ ഫലങ്ങ, അത് ചിലപ്പോ നല്ല കാര്യങ്ങളായിട്ടിക്കോ അവന് ബാക്കി വെച്ചു പോയ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ, ബാക്കി വെച്ചു പോയ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ഏതുപോലെ ഇൽമിൻ അല്ലമൂഹ, അവണു പഠിപ്പാട്ടി പോയ അങ്ങനത്തെ ഇൽമു പോലെ. ഒരു ഇൽമുടെ ഒരാൾക്ക് ഒരു നല്ലൊരു അറിവിടെ ഒരാൾക്ക് പഠിപ്പാട്ടി കൊടുത്ത, ആ പഠിപ്പാട്ടിയത് പഠിച്ചാൽ പിന്നെ ഒരാൾക്ക് പഠിപ്പാട്ടി കൊടുക്കും. അതിങ്ങനെ ഖിയാമത്ത് നാളോളം ഇങ്ങനെ ട്രാൻസ്ഫർ ആയോണ്ടേ പോകും, കൈമാറിയോണ്ട് പോകും. ആ കൈമാറി പോണ്ട ഓരോരുത്ത പഠിക്കുന്നതിന്റെ കൂലി ഇതിനെ ഫസ്റ്റ് പഠിപ്പാട്ടി ആളുകളും കിട്ടുന്നുണ്ടാണ് അല്ലെ. നല്ല കാര്യം എല്ലാം ആക്കി അങ്ങനെയാണ്. അല്ലെങ്കിൽ ഔ കിതാബിൻ നല്ല ഫൂഹു, നിങ്ങൾ നോക്കൊരു ഈ ക്ലാസ്സിൽ ഇപ്പൊ നാണ് പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചൊന്നോണ്ടില്ല, ഇതെന്തും നാണ് സ്വന്തമായിട്ട് നാന് ചൊന്നോണ്ടില്ല, നന്റെ ഉസ്താദുമാർ എന്നൊക്കെ പഠിപ്പാട്ടി ഇങ്ങനത്തെ അയൽമാണ് ഞാൻ ചൊന്നോണ്ടില്ല. ആ ഉസ്താദുമാർക്ക് അങ്ങനെ ഉസ്താദുമാർ പഠിപ്പാട്ടി ഇങ്ങനത്തെ കാര്യമാണ് അങ്ങനൊക്കെ ചൊന്ന് തന്നെ. അപ്പൊ അതിങ്ങനെ നാണ് ചൊന്നോട്ടുള്ള ഈ കാര്യത്തെ കൂലി അത് നന്റെ ഉസ്താദുമാർക്ക് കിട്ടും. നാണ് പഠിക്കുക കാരണമായ ഇങ്ങനത്തെ നന്റെ അബ്ബും മകു ബാപ്പും മകും അതൊരു കൂലി കിട്ടും. അതുപോലെ നക്ക് പഠിക്കുക ഹെൽപ്പാക്കിയ ആൾമാർ ആറെല്ലാം പഠിക്കുമ്പോ ചോറ് തന്ന ആൾമാർ ആറുള്ളാറ, പൈസ തന്നെ ആൾമാർ ആറുള്ളാറ, അങ്ങെല്ലാവർക്കും ഇതൊരു കൂലി കിട്ടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം യഥാർത്ഥത്തില് സ്വന്തമായിട്ടാക്കിയ പ്രവർത്തനങ്ങളല്ല, അങ്ങനെ പ്രവർത്തനത്തെ ഒരു ഫലമാണ് ഇതെല്ലാം. അപ്പൊ അള്ളാഹു താല ചൊന്നോട്ടില്ല, നിങ്ങ ആക്കടെ പ്രവർത്തനം മാത്രമല്ല ഞാൻ എൽതിരെ, നിങ്ങളെ പ്രവർത്തനത്തെ ഫലമായിട്ടുണ്ടാവിടെ എന്തെല്ലാം കാര്യം ഉണ്ടാ അതെല്ലാം നിങ്ങളെ പേരിൽ ഞാൻ എഴുതിയോണ്ടില്ല, നിങ്ങളെ അക്കൗണ്ടിൽ ഞാൻ എഴുതിയോണ്ടില്ല എന്നാണ്. അതുകൊണ്ട് ഞങ്ങ വളരെ നല്ല കാര്യങ്ങളിലാക്കുമ്പോൾ ആ ഒരു തിങ്കിങ്ങിലാക്കണം. ഞങ്ങ ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാവുടെ കാര്യങ്ങൾ ഞങ്ങൾ ചിന്തനാക്കും. ഒരു പള്ളിക്ക് ഉസ്താദിന് ഞങ്ങ ചോറ് കൊടുക്കുമ്പോ ഞങ്ങ തിങ്കാക്കൊണ്ടായത് ഇതെന്തോ ഒരു വലിയൊരു കർത്തവ്യമുണ്ട്, ഒരു കടമയുണ്ട് ആക്കിയിട്ട് വെറുതെ ഇങ്ങനെ എന്ത് കർത്തരല്ല. അതിലൂടെ ആ ഉസ്താദ് ഉണ്ടിട്ടു, ആ ഉസ്താദ് ആ ഒരു ശക്തിയില് അതിന് ഉണ്ടതിരെ ശക്തിയില് അയാൾ എന്തെല്ലാം ആക്കട, അയാൾ എന്തെല്ലാം പഠിപ്പാട്ട, അയാൾ പിന്നെ ജമാഅത്ത് ഇമാമത്തായിട്ട് നിൽക്കട, അതെല്ലാം ഒരു കൂലി ഈ ചോറ് കടത്തിയ ആൾമാർക്കും കിട്ടിയിട്ടാണ്. അപ്പൊ അതാണ് അള്ളാഹു താല. പിന്നെ ഒരു ഉദാഹരണ മുഫസ്സിരിങ്ങ ചൊല്ലാറ കിതാബിൻ അല്ലഫൂഹു, അല്ലെങ്കിൽ എഴുതി വെച്ചു പോയ അങ്ങനത്തെ കിതാബുകൾ അല്ലെ. നിങ്ങൾ എത്ര മഹാന്മാര് എഴുതി വെച്ചു പോയ അങ്ങനത്തെ കിതാബുകൾ ഇപ്പോഴും ഓദിട്ടാണ് ഞങ്ങൾ വിഷയങ്ങൾ ചൊന്നോട്ടില്ല. ഉദാഹരണക്ക് നോക്കൊരു ഞങ്ങളെ കേരളത്തെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയ അങ്ങനത്തെ ഒരു കിതാബാണ് ഫത്ഹുൽ മുഈൻ. എല്ലാ ദർസിലും ഓതപ്പെട്ട അങ്ങനത്തെ ഒരു കിതാബാണ്. ഓരോ ദർസിൽ ആ കിതാബിടെ ഓതുമ്പോ മുത്തഅല്ലിമീങ്ങ ഓതുമ്പോ അതിരെ ഓരോരുത്തർ ഓതുമ്പോൾ അങ്ങനത്തെ കൂലി ആ എഴുതിയ ആൾക്ക് കിട്ടിയോണ്ടേക്ക്, അയാളുടെ അക്കൗണ്ടിൽ എഴുതിയോണ്ടേക്ക്. എത്രമാ വർഷമായിട്ടതിൽ പോയിട്ട്, പക്ഷെ അയാളുടെ അക്കൗണ്ട് ഇപ്പോഴും നിറഞ്ഞോണ്ടേ ഉണ്ട്. അയാളുടെ അക്കൗണ്ട് ക്ലോസ് ആയിട്ടില്ല. അയാൾ ജീവിച്ച കാലത്തിൽ മാത്രമല്ല അയാളുടെ അക്കൗണ്ടിന്റെ, അയാൾക്ക് ഇപ്പോഴും ഇങ്ങനെ അക്കൗണ്ട് ഉണ്ട്. കാരണം അയാളുടെ കിതാബ് ഇങ്ങനെ ഇനി ഖിയാമത്ത് നാൾ തോലെ ഓതിക്കൊണ്ടിരിക്കുവാറ്. അപ്പൊ ആ ഓതിരങ്ങളെല്ലാരും കൂലി അയാളുടെ പേരിലും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആക്കി പോണു. ഇനി ഞങ്ങൾ മറിച്ചെങ്കും ബാക്കിയാവിടെ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ആക്കുക ശ്രമിക്കണുണ്ട്. അള്ളാഹു താല ഇതിൽ നമുക്ക് പഠിപ്പാട്ടുണ്ടല്ലോ.
അതുപോലെ അല്ലെങ്കിൽ ഔ ബിനാ ഇൻ ബനൂഹു മിനൽ മസാജിദി, അല്ലെങ്കിൽ ഒരു പള്ളി ഒരുത്ത കെട്ടുപാട്ടി കൊടുത്ത, അല്ലെങ്കിൽ ഒരു സ്ഥാപനകോണ് സഹായിച്ച പള്ളി കെട്ടുകൊള്ളങ്ങനത്തെ പള്ളി കെട്ടുകോണു സഹായിച്ച, അപ്പൊ ആ പള്ളിയിൽ ആരെല്ലാം വന്ന് നിസ്കരിക്കിടാറ് അതിന് കൂലിയെല്ലാം എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ രൂപത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആക്കിടാറ അത് എത്ര കാല ബാക്കിയാവിട, ആ ബാക്കിയാവുമ്പെല്ലാം അതിലെ ഒരു കൂലി ഓണ്ട പേരിലും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാണ്. അതാണ് ഒനക്തുബുമാ കദ്ദമു, അങ്ങ് ആക്കിയ പ്രവർത്തനത്തിൽ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കട ആസാറവും അതിലെ ഫലവും ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കട. അതുപോലെ ഇത് നല്ല കാര്യത്തിൽ മാത്രമല്ല ബെടക്ക് കാര്യത്തിലുമുണ്ട്. അതും ഞങ്ങൾ ജാഗ്രത ആക്കണു. ബെടക്കായ ഒരു കാര്യം ഞങ്ങൾ ആക്കിയിട്ട് അതിലെ ഫല പിന്നെയും ബാക്കി അവിടെ ഉണ്ടായെങ്കിൽ ആ ബെടക്കിടെ ഫലം ഇങ്ങനെ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കട. അതല്ലേ മഹാന്മാരെ ഞങ്ങൾക്ക് ചൊല്ലേ, പണ്ട് കൊലയുടെ സ്റ്റാർട്ടാക്കി ഇങ്ങനത്തെ കാബീല് ആ ഹാബീലിന്റെ കൊന്നൽ, പിന്നെ ആ കൊല ചൊല്ലുടെ സമ്പ്രദായം ഇങ്ങനെ മനുഷ്യന്മാരിൽ നിലനിന്നു. അപ്പൊ ഏത് കൊല നടന്നെങ്കും ആ കൊലയുടെ ഒരു ഒരു പിന്നെ ഒരു കുറ്റം ഒരു പാപ്പ അത് ആ തുടങ്ങിയ ആളുടെ അക്കൗണ്ടിലും അയാളുടെ പേരിലും എഴുതിക്കൊണ്ടേക്കരുത്. അത് ഏത് കാര്യമാവട്ടെ, ഏതൊരു ഫിത്തന ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ വളരെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ജാഗ്രത ആക്കുന്ന വിഷയമാണ്. നിങ്ങളെ പിന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലത്തെ കാര്യത്തിലെല്ലാം ഞങ്ങൾ എന്തെങ്കിലും ഒരാളുടെ ಬಗ್ಗೆ ബെടക്കായ ഒരു ഫലക്കമോ അല്ലെങ്കിൽ ബെടക്കായ ഒരു പോസ്റ്ററോ എന്തെങ്കിലും ഞങ്ങൾ ഷെയർ ആക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ എഴുതി വിടുക. ആ എഴുതിയത് പിന്നെ എവിടെല്ലാം ഇങ്ങനെ ഷെയർ ആവട, എവിടെല്ലാം എത്ര അതിന് പിന്നെ ആരെല്ലാം ചൊന്നോട്ട് നടക്കിടാറാ, അതിലെല്ലാം കുറ്റം ഒരു ദോഷ ഞങ്ങളെ പേരിലും ഇങ്ങനെ എഴുതപ്പെട്ടു. ഞങ്ങ ആക്കി അങ്ങനത്തെ കുറ്റം മാത്രമല്ല അതിന് ഫലമായിട്ടുണ്ടാവും അങ്ങനത്തെ കുറ്റങ്ങളെല്ലാം എഴുതപ്പെട്ടു. മഹാന്മാർ അത് ഉദാഹരണം ചൊണ്ടാർ ഒരു ഭരണാധികാരിയായിട്ടുള്ള ഓർത്ത അക്രമപരമായ അന്യായമായ ഒരു കാനൂൺ, പുതിയൊരു കാനൂൺ ഉണ്ടാക്കിയ ആ കാനൂണ് പിന്നെ ആരെല്ലാം ഉണ്ടാക്കിടാറ അതിരെ പാലനയാക്കിടാറ അന്യായപരമായ കാനൂണ് അതിലെല്ലാം കുറ്റം ഈ ഉണ്ടാക്കിയ ആൾ കിട്ടി. അതുപോലെ തർത്തീബി മബാദി ശർരി വൽ ഫസാദി ഫീമാ ബൈനൽ ഇബാദ്, റായത്തില് ഷർറിന്റെ ഫസാദിന് എന്തെങ്കിലും ഒരു പ്രവർത്തനം ഓർത്ത് തുടങ്ങി വെച്ച, അപ്പൊ അത് പിന്നെ ആരെല്ലാം അത് കണ്ടിട്ട് പഠിക്കിടാറാ, അത് കണ്ടിട്ട് പഠിക്കുമ്പോൾ അതിന് പിന്നെ ഒരു ദോഷ ഈ കാട്ടിക്കൊടുത്താൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഞങ്ങൾ ജാഗ്രത ആക്കുന്ന വിഷയമാണ്. ഞങ്ങൾ ഒരു ബെടക്കായ ഒരു പുതിയൊരു കാര്യമാ അല്ലെ ബെടക്കായ ഒരു പ്രവർത്തനം ഞങ്ങൾ കാട്ടിക്കൊടുത്തിട്ട് വേറെ അതിനെ ഫോളോ ആക്കിക്കൊണ്ടിരുന്നെങ്കിൽ അതിലെല്ലാം ശിക്ഷ ഞങ്ങളെ അക്കൗണ്ടിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിത്തല്ലേ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഓർത്ത ഇസ്ലാമിൽ ഒരു നല്ലൊരു കാര്യ പ്രവർത്തനം ഓർത്ത തുടങ്ങിയാണ്ടായെങ്കിൽ, നല്ലൊരു കാര്യത്തെ അവನು നടപ്പിലാക്കിയാണ്ടായെങ്കിൽ ಅವನಿಗೂ ಅದರ ಹಾಕಿದರ ಕೂಲಿ ಉಂಡು. വഅജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅൻ. അതിൽ പിന്നെ ആ ഒരു നല്ല കാര്യം ആരെല്ലാം ആക്കിറാറ അതിരെല്ലത്തെ കൂലി ഈ ആളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രവർത്തിക്കണ അങ്ങനത്തെ ഊറാൾമാർ അങ്ങനെ ഒരു കൂലിയും കൊറടിയാവട്ടെയാണ് അത് തുടങ്ങി വെച്ച ആളുകൾ പിന്നെയും പിന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, ഒരു ബെടക്കായ ഒരു കാര്യം ഓർത്ത നടപ്പിലാക്കിയ നടപടിയാക്കിയ ഇന്ന ഫഅലൈഹി വിസ്റുഹാ, അവനുക്ക് അതിന് ദോഷമുണ്ട്. വവിസ്റു മൻ അമില ബിഹാ, അത് പ്രവർത്തിച്ച ആൾമാരെല്ലാം ദോഷം അവനുക്ക് കിട്ടിക്കൊണ്ടേക്കുന്നത്. ബിദഅത്ത് ആൾമാർ വളരെ ശ്രദ്ധിക്കണം. ഒരു ബിദഅത്ത് ഞങ്ങളെ ഒരു ഫാമിലിയില അല്ലെങ്കിൽ ഞങ്ങളെ ഒരു റായത്തിൽ ഞങ്ങൾ ബിദഅത്തിന് ഒരു ചെറിയൊരു വിത്ത് ഞങ്ങൾ ഇട്ടിട്ട് അത് പിന്നെ ഇങ്ങനെ ಬೆಳೆഞ്ഞിട്ട് ഞങ്ങളെ ഫാമിലി ഓരോരുത്തർ ഇങ്ങനെ ಬೆಳೆയുമ്പോൾ ആരെല്ലാം അതിനെ സ്വീകരിക്കിടാറാ ഓരോരുത്തരെ സ്വീകരിക്കുന്നത് ഒരു ദോഷ അത് ഞങ്ങളെ തലക്കാണ്, ഞങ്ങളെ പേരിലാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പേരിലും ഇക്കിട് ഞങ്ങളെ പേരിലും ഇക്കിട്. ഖുർആനിൽ അല്ലാഹു തആല ഒരു ആയത്തിൽ ചൊല്ലുന്നുണ്ട്, ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമത്തി വമിൻ ഔസാരിൽ ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽം അലാ സാഅ മാ യസിറൂൻ. നാളെ ദോഷ ആക്കിയാൽമാർ ലിയഹ്മിലു ഔസാറഹും അങ്ങനെ ദോഷത്തെ പുറത്തോണ്ടിക്കിടാറ് കാമിലത്തെ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് പൂർണ്ണമായിട്ട് അങ്ങനെ ദോഷത്തും പൊറുക്കിടാറങ്ങ. വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽം, അങ്ങ് തെരുത്തപ്പാട്ടിയ ചെമ്മത്ത ആൾമാറുള്ള അങ്ങനെ കാരണമായിട്ട് തെരുത്തപ്പിപ്പോയ ആൾമാരെ ദോഷവും അങ്ങ് പുറത്തോണ്ടിക്കിടാറ്. അല സാഅമായ സിറൂൻ, അങ്ങ് പൊറുക്കിടങ്ങത്ത ആ ഭാണ്ഡങ്ങ ആ ഭാരം കൊണ്ടല്ലേ വല്ലാതെ മോശമായിട്ടുള്ള ഭാരങ്ങളാണ്. അങ്ങ് ഗൊന്തില്ലാണ്ടാണ് പലതും അങ്ങ് പുറത്തോട്ടില്ലേ. പിന്നീട് അങ്ങനെ കാലത്തിൽ പിന്നെ ആരെല്ലാം ദോഷാക്കിരാനിട്ട് ഇങ്ങ് ഗൊന്തില്ലല്ലേ, ഇങ്ങ് ഗൊന്തില്ലാണ്ടമേ ഇങ്ങക്ക് വലിയ ഒരു ദോഷത്തെ ഭാരമേ ഉണ്ട് ಬಂದುಕೊಂಡು അങ്ങ് വിചാരിക്കാണ്ടെ അങ്ങ് ഗൊന്തില്ലാണ്ടാണ് ഇതെല്ലാം ആയിപ്പോണ്ടേ.
വലയഹ്മിലുന്ന അസ്ഖാലഹും അസ്ഖാലം മഅ അസ്ഖാലിഹിം. നാളെ പിന്നെ ആഖിറത്തില് സ്വന്ത ഭാരങ്ങ സ്വന്ത ദോഷത്തെ ഭാരങ്ങ പൊറുക്കുകൊണ്ടു. അതുപോലെ അസ്ഖാലം മഅ അസ്ഖാലിഹിം, അങ്ങ അങ്ങനെ ഭാരത്തോട് കൂടി വേറെ ചെമ്മ ഭാരങ്ങ കൂടി അങ്ങ് ഒതുക്കിട്. വേറെ ചെമ്മ ഭാരം എന്നെങ്കിൽ അങ്ങ ആക്കിപ്പോയ അങ്ങനത്തെ ദോഷത്തെ ഫലമായിട്ട് എന്തെല്ലാം ഉണ്ട് ദുനിയാവിൽ ദോഷങ്ങൾ പിന്നെ പിന്നെ ഉണ്ടായിട്ടിക്കട, അതിരെല്ലാത്ത ഭാരം ഇങ്ങനെ ചുമന്നോട്ടിക്കൊണ്ട് വലയുസ്അലുന്ന യൗമൽ ഖിയാമത്തി അമ്മാ കാനു യഫ്തറൂൻ. അങ്ങ് ആക്കിപ്പോയങ്ങത്തെ ഓരോ പ്രതി കാര്യത്തെ ಬಗ್ಗೆ നാളെ ആഖിറത്തിൽ ചോദ്യക്കിട് വിചാരണക്കിട്ട് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പാട്ടിട്ടുള്ള. ഫിർഔന്റെ ಬಗ್ಗೆ ചൊല്ലുമ്പോൾ അല്ലാഹു തആല ചൊല്ല നാളെ ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നല്ല എല്ലാരും ലീഡാക്കിക്കൊണ്ടിരിക്കരുത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായി ആയിട്ടുള്ള അങ്ങനത്തെ ഔലിയാക്കന്മാർ, അയിമ്മത്ത് ഇമാമുമാർ എല്ലാരും അങ്ങനെ ഫോളോ ആക്കി അങ്ങനത്തെ ആൽമാരെ ലീഡാക്കിക്കൊണ്ടിരിക്കിടാറ്, സ്വർഗത്തിക്ക് ലീഡാക്കിടാറ്, സ്വർഗത്തിക്ക് അങ്ങനെ കുട്ടിയോട്ട് പോണ്ടാറ്. എന്നാൽ ആ ലീഡർഷിപ്പ് നാളെ ആഖിറത്തുള്ള ലീഡർഷിപ്പ് അത് നല്ല കാര്യത്തിൽ മാത്രമല്ല, അത് ബെടക്കായ കാര്യത്തിലും ഇക്കിട്ടാണ് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പാട്ട്. യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ രണ്ട് ഫിർഔൻ അവന്റെ ഖൗമുടെ അവನು നയിച്ചോണ്ട് പോയിട്ടിക്കറ, അവന്റെ ഫോളോ ആക്കി അങ്ങനത്തെ ആൽമാരെ അവന്റെ കൗമു ചെന്നെങ്കിൽ അവന്റെ കാലത്തിൽ നിന്ന് കൗമുണ്ട് മാത്രല്ല, അവന്റെ ആ സ്വഭാവത്തെ, അവന്റെ അഹങ്കാര സ്വഭാവത്തെ, അവന്റെ പിന്നെ സത്യദീന്റെ നേരായ ദീന്റെ നെഗ്ലക്ട് ആക്കണങ്ങനത്തെ അവന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവത്തെ ആരെല്ലാം ഫോളോ ആക്കിടാറ, ആ ഫോളോ ആക്കിയ ആൽമാരെല്ലാരെ അവನು നെയ്ക്കട എവിടേക്ക് പൗരതഹു മുന്നാർ, അങ്ങനെല്ലാരെ നരകത്തുക്കും പോയിട്ട് അവನು ലീഡാക്കട, നരകത്തുക്കും പോണ്ടവൻ. ബിഅ്സൽ വിർദുൽ മൗറൂദ്, പോണ്ട ആൽമാറും എത്ര ബെടക്കാണ്, കുട്ടിയോ പോണ്ട ആലും എത്ര ബെടക്കാണ്, കുട്ടി പോണ്ട ജാഗവും എത്ര ബെടക്കായ ജാഗാണിട്ടാണ് അല്ലാഹു തആല ഖുർആൻ ചൊല്ലുന്നത്. അപ്പ ഈ ആയത്തില് അള്ളാഹു ഞങ്ങൾ പഠിപ്പാട്ടെ പ്രതി എല്ലാ ഞങ്ങളെ പ്രവർത്തന ഞങ്ങൾ ആക്കിയ പ്രവർത്തനവും അതുപോലെ ഞങ്ങളെ പ്രവർത്തനത്തെ ബാക്കി വയ്ക്കിടങ്ങനത്തെ ഞങ്ങളെ ലൈഫിൽ പിന്നെ ബാക്കി വെച്ചു പോകണ്ടങ്ങനത്തെ കാര്യവും അല്ലാഹു തആല എഴുതിക്കൊണ്ടിരിക്കണാണ് ഈ ആയത്തിൽ അള്ളാഹു ഞങ്ങൾ പഠിപ്പാട്ടെ. എന്നിട്ട് അല്ലാഹു തആല ചൊല്ല വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാ കാര്യത്തെയും അഹ്സൈനാഹു ഞങ്ങൾ കൃത്യമാക്കി വെച്ചിറ, ഒരു കാര്യവും ഞങ്ങൾ തപ്പിപ്പോണ്ടില്ല, ഒരു കണക്കും ഞങ്ങൾ തപ്പിപ്പോണ്ടില്ല. ഫി ഇമാമിൻ മുബീൻ, അത് ക്ലിയർ ആയ ഡോക്യുമെന്റ്സിൽ, അവിടെ ഒരു അസ്പഷ്ടത വയ്ക്കില്ല, ഒരു ക്ലാരിറ്റിക്ക് ഒരു കൊറടിയിക്കില്ല, കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുള്ള അങ്ങനത്തെ ഡോക്യുമെന്റില് എല്ലാ കാര്യത്തിനും അങ്ങ് കൃത്യമാക്കി വെച്ചിരിക്കട, ഒരു അന്യായവും ഒരാൾക്കാവില്ല, ന്യായബദ്ധമായിട്ടുള്ള അങ്ങനത്തെ എല്ലാ കാര്യവും കിട്ടുക പോണ്ടു. അല്ലെ ഒരു കാര്യം ഞങ്ങാക്കടങ്ങനത്തെ ഒരു പ്രവർത്തനം, അത് എത്രേ ചെറിയ പ്രവർത്തനാവട്ടെ, എത്ര ചെറിയ നല്ല പ്രവർത്തനാവട്ടെ ബെടക്കാവട്ടെ, എല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കാണ്ടല്ലേ. വുളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹ്, നാളെ ആഖിറത്തില് ഓരോരുത്തരുടെ ഡോക്യുമെന്റ്സ് മുന്നോട്ട് കാട്ടപ്പെടുറ്, ഓരോരുത്തർ ഡോക്യുമെന്റ്സ് അവിടെ പ്രസന്റ് ആക്കിടാറ്. അപ്പ ദോഷാക്കിയ ആൾമാർ അതിലുള്ള കാര്യത്തെ ಬಗ್ಗೆ ഇങ്ങനെ പേടിച്ചിട്ട് അങ്ങ് നോക്കിടാറ്. എന്നിട്ട് അങ്ങ് ചൊല്ലാറ് വയഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ്, എന്തൊരു ഡോക്യുമെന്റ് ആയിട്ടിക്കരുത്, എന്തൊരു പിന്നെ ദാഖലയിട്ടിക്കരുത്, ലാ യുഗാദിറു സ്വഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ഒരു ചെറിയ ദോഷത്തമാ ഒരു വൻദോഷത്തമാ ഒന്നുരയും വിടാണ്ട് ഇത് കൃത്യമാക്കിയിട്ട് ഇത് ക്ലിയർ ആയിട്ട് ഇത് രേഖപ്പെടുത്തി വെച്ചിടല്ലേ, വല്ലാത്തൊരു ഡോക്യുമെന്റ് അല്ലേ ഇത്, വല്ലാത്തൊരു ദാഖലയല്ലേ ഇത് എഴുതി വെച്ചിരേട്ട് ആഖിറത്തിൽ ദോഷം ആക്കിയ ആൾമാർ ചൊല്ലുകൊണ്ട് വവജദു മാ ആമിലു ഹാദിറ, അങ്ങാക്കിയ സർവ്വ പ്രവർത്തനത്തെയും അങ്ങ് ലൈവായിട്ട് അങ്ങനെ കാണാറ്. വലാ യദ്ലിമു റബ്ബുക അഹദ, അല്ലാഹു തആല ഒരാൾക്കും അന്യായാക്കില്ലണ്ട്, കൃത്യമായ ന്യായ പൂർണ്ണമായിട്ടുള്ള അങ്ങനത്തെ വിചാരണയാണ് അവിടെ നടക്കുന്നത്. ദുനിയാവിലു ഞങ്ങ ആക്കി അങ്ങനത്തെ എന്തെങ്കിലും നല്ല കാര്യമാവട്ടെ ബെടക്കായ കാര്യമാവട്ടെ അതൊക്കെ ന്യായബദ്ധമായ ഫലം കിട്ടുന്നില്ല. ദുനിയാവിലു പൂർണ്ണമായ ന്യായ ചൊല്ലത് നടക്കില്ല. കാരണം ഓരോരുത്തരെ എല്ലാ നിമിഷത്തിലുള്ള അങ്ങനത്തെ കാര്യം എന്താവില്ലല്ലേ, ഇവിടെ ഡോക്യുമെന്റ് ആക്കി വെക്കുവാവില്ലല്ലേ, ആർക്കും ആവില്ലല്ലേ. അതേ ടൈമിൽ ആഖിറത്തെ ഡോക്യുമെന്റ്സ് അങ്ങനല്ല, അത് കൃത്യമാണ്, ഒരു അന്യായം അവിടെ നടക്കില്ല എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിൽ ടോട്ടലായിട്ട് ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു. അപ്പൊ ഈ യാസീൻ സൂറത്തിലെ തുടക്കത്തിൽ അല്ലാഹു തആല നിങ്ങ എച്ചരിക്ക കൊടുക്കുകയായിട്ടാണ് ഈ കിതാബിന് നാൻ തന്നിരേട്ട് അല്ലാഹു തആല ചൊല്ലുമ്പോ, നിങ്ങളെ ഒരു എച്ചരിക്ക കൊടുക്കുകയായിട്ടാണ് നാൻ ആൽമാറിൽ കടത്തിരേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊല്ലുമ്പോ,
ആ എച്ചരിക്ക എന്തിട്ടിക്കിട്ടാണ് ഷോർട്ടായിട്ട് അള്ളാഹു താല ഈ ആയത്തിൽ വിശദീകരിച്ചത്. എന്തിനാ എച്ചരിക്ക കൊടുക്കൂലേ? ആൾമാർക്ക് വാർണിംഗ് എന്തിനാ? വാർണിംഗ് ചൊല്ലുമ്പോ അതൊരു വലിയ സംഭവമുണ്ട് അല്ലെ? സാധാരണ വാർണിംഗ് എച്ചരിക്കാൻ ചൊല്ലുമ്പോ വല്ലാത്തൊരു മുസീബത്ത് പണ്ട് പോലെ പേടിക്കുന്ന ഒരു വിഷയമായിട്ടിക്കരുത്. ഞങ്ങളുടെ മനസ്സിക്ക് ഞങ്ങൾ ഗംഭീരമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്ന വിഷയമായിട്ടിക്കരുത്. ആ രൂപത്തിൽ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വിഷയം വളരെ ഷോർട്ടായിട്ടാണ് അള്ളാഹു താല ആയത്തിൽ ചൊല്ലുന്നത്. സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഇതാണ്. ಎಂದ್ರೆ ಈ ಜೀವನ ಅಲ್ಲ, ಇದೆಲ್ಲ ಮೈನ್ ಜೀವನ. ಅವ್ರ ಮೈನ್ ಜೀವನ ಬರಕೊಂಡು ಹಿಯಲ್ ಮೌತ ആ ജീവനത്തിൽ എന്തിനാകൊണ്ട് അത് ഊടെ എല്ലാ പ്രവർത്തനങ്ങൾ ഊടനങ്ങ സ്വന്തമായിട്ടാക്കിയതും അതിന് ഫലമായിട്ടുണ്ടായ പ്രവർത്തനങ്ങൾ എല്ലാം നാളെ കാണുക കൊണ്ടു. എപ്പോഴും ഞങ്ങൾ നിസ്കാരത്തെ അത്തഹിയാത്തിലെ ലാസ്റ്റ് ദ്വാരത്തിൽ ഞങ്ങൾ ദ്വാരക്കുള്ള ഒരു ദ്വാ ഉണ്ട്. എന്തിരെ അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു. റബ്ബേ നീ നക്ക് പുറത്തറിഞ്ഞു മാ ഖദ്ദംതു ഞാൻ ആക്കി വെച്ച പ്രവർത്തനങ്ങൾ വമാ അഖർതു ನಾನು ಬಾಕಿ ಬೇಕಿಡಂಗಂತೆ ಪ್ರವರ್ತನೆಗ. എന്തിനാണ് ബാക്കി ബൈക്കുള്ള പ്രവർത്തനങ്ങൾ? നന്റെ പ്രവർത്തനത്തെ ബാക്കിയായിട്ട് ഫലമായിട്ടുണ്ടാവിടങ്ങനത്തെ കാര്യങ്ങളും അതും നീ നിനക്ക് പുറത്തു തരണുണ്ടു എന്ന് സാധാരണ ദ്വാർക്കട. അത് ഇതാണ് ഒനക്തുബു മാ ഖദ്ദമു ആസാറഹും ചൊന്നത്. ആ ഒരു കാര്യമാണ് സാധാരണ ഞങ്ങൾ ദ്വാർക്കട. മാ ഖദ്ദംതു വമാ അഖർതു. ನಾನು ആക്കടെ പ്രവർത്തനവും അതൊരു ഫലമായിട്ടുണ്ടാവുടെ പ്രവർത്തന അതിൽ പണ്ടങ്ങനത്തെ ദോഷമല്ല നക്ക് നീ പുറത്തു തരണുട്ടാണ്. അപ്പൊ ಅದರ ಬಗ್ಗೆ ಎಚ್ಚರಿಕೆയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൽമാർക്ക് ചൊല്ലുക വേണ്ടിയിട്ട് അല്ലാഹു തആല ചൊല്ലുന്നുണ്ടല്ലേ. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇനി അല്ലാഹു തആല ഇനി വിശദീകരിക്കുന്നത് ചൊന്നെങ്കിൽ ഈ ഒരു എച്ചരിക്കര ഈ ഒരു സന്ദേശ സ്വീകരിക്കട ആൽമാർ കൊറോഡിയേറ്റിക്കിടാറുണ്ട് അല്ലാഹു തആല മേൽ ചൊന്നല്ലേ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ജമ്മത്തെ ആൽമാർ ഇത് വിശ്വസിക്കല്ല, ഈ എച്ചരിക്കട വിശ്വസിക്കല്ല, നമ്പുല്ല എന്ന് അല്ലാഹു തആല ഫസ്റ്റിಗೆ ചൊന്നു വെച്ച. ആ നമ്പാത്തെ ചെമ്മത്തെ ആൽമാർ നമ്പുല്ല ചൊല്ല ഒരു വിഷയത്തിക്ക് ഒരു ഉദാഹരണമാണ് ഇനി അല്ലാഹു തആല വിശദീകരിക്കുന്നത്. അതൊരു റായത്തെ ഒരു ഘടന ചൊന്നിട്ടാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. നിങ്ങ ആ ചരിത്രം നിങ്ങൾ കേട്ടിട്ടിക്കുവാറ്. സൂറത്ത് യാസീന്റെ ഹബീബുൻ നജ്ജാർ ചൊല്ലാളുടെ ഒരു വ്യക്തിയും അതുപോലെ കൊറിയ നബിമാർ മുർസലീങ്ങ ഒരു റായത്ത് പോയങ്ങനത്തെ ഒരു ചരിത്രമാണ് അല്ലാഹു തആല ചൊല്ലി. ഷോർട്ടായിട്ട് ചൊന്നെങ്കിൽ അതിങ്ങനെയാണ്. അല്ലാഹു തആല ഒരു റായത്തിക്ക് ആ റായത്തെ കൂടെ വ്യക്തമാക്കി റായത്തെ പേര് ചൊന്നിട്ടില്ല. മുഫസ്സിരിങ്ങ പല അഭിപ്രായങ്ങളിൽ ചൊന്നതാണ്. അപ്പൊ ഒരു റായത്ത് അല്ലാഹു തആല ജണ്ട് മുർസലീങ്ങളെ ജണ്ട് നബിമാർ അല്ലാഹു തആല കടത്തിയ ആ റായത്തെ ദഅവത്താക്കുവാനായിട്ട്. അങ്ങനെ ആ മുർസലീങ്ങ ആ റായത്ത് പോയാറ് അങ്ങ അള്ളാഹുടെ ಬಗ್ಗೆ വിശദീകരിച്ചാറ് വിഗ്രഹാരാധന ബുടുകുബേനായിട്ടല്ല ചൊന്നാറ്. ഈ വാർണിംഗ് ಎಲ್ಲ ಕೊಡ್ತಾರೆ. നിങ്ങൾ ഈ ജീവന മാത്രല്ല ನೆಕ್ಸ್ಟ್ ഒരു ജീവನ ಬರಗೊಂಡು ചൊന്നിട്ടില്ല വാർണിംഗ് ಎಲ್ಲ അങ്ങ് ಕೊಡ್ತಾರೆ. ആ ടൈമില് ആ റായത്തിൽ വിഗ്രഹാരാധന ആക്കി വന്ന ആൽമാരല്ല അത് സ്വീകരിച്ചില്ല എന്നിട്ട് മാത്രല്ല അവിടെ രാജാവ് ഈ ജണ്ട മുർസലീങ്ങളെ പിടിച്ചിട്ട് അറസ്റ്റ് ആക്കിയ. എന്നിട്ട് അല്ലാഹു തആല പിന്നെയും ആ റായത്തെ ദഅവത്താക്കുകയായിട്ട് മൂന്നാമത്തെ ഒരാളുടെ അല്ലാഹു തആല അപ്പോയിന്റ് ആക്കിയ. അങ്ങനെ ആള് പോണ്ട തെരുള്ളു ആണ് ഹബീബുൻ നജ്ജാർ ചൊല്ല ഒരു വ്യക്തിയെ അയാൾ കാണി. അങ്ങനെ ആ ഹബീബുൻ നജ്ജാർട്ട നാനൊരു മുർസലായിട്ടിക്കിற ನಾನು അല്ലാഹു തആല നന്റെ ദഅവത്താക്കു അപ്പോയിന്റ് ആക്കിയെ ചൊന്നിട്ട് അയാൾ ചൊന്നപ്പ അയാൾ ಅದಕ್ಕೆ എന്തൊരു പ്രൂഫ് ഉണ്ട് നിങ്ങളെ കയ്യിൽ എന്തൊരു നിങ്ങൾ ഒരു റസൂലായിട്ടിക്കിടാറ് മുർസലായിട്ടിക്കിടാറ് അല്ലാഹു തആല അപ്പോയിന്റ് ആക്കി ആളായിട്ടിക്കിടാറ് ചൊല്ലയ്ക്ക് എന്തൊരു പ്രൂഫ് ഉണ്ട് കേട്ടപ്പ അയാൾ ചൊന്തു ನಾನು ഏത് രോഗവും ನಾನು ಶಿಫೆಯಾಕಡೆ. നബി ചൊന്തു ನಾನು ഏത് രോഗവും ನಾನು ಶಿಫೆಯಾಕಡೆ. അപ്പ ഏത് രോഗം ಶಿಫೆಯಾಕೌಡ കേട്ടപ്പ ഹബീബുൻ നജ്ജാർ ചൊന്തു നണ്ടൗത്തുലൊരു മോണുല്ല എത്രമാ വർഷ ഇട്ട് ആ മോണു തളർവാദ ബാധിച്ചിട്ട് എന്തും പന്തകാവാത്ത രൂപത്തിൽ കിടത്തത്തിലായില്ല അതുകൊണ്ട് ಶಿಫೆಯಾಕೌಡാണ് കേട്ടു. അങ്ങനെ ഈ റസൂലായിട്ട് ബന്ധ മുർസലായിട്ട് ബന്ധങ്ങത്തെ നബി ആ ആളുടെ കുംബി ഇതിനില്ല അല്ലാഹു തആലയുടെ ഇതിനുകൊണ്ട് പെർമിഷൻ കൊണ്ട് നിങ്ങൾ എണിക്കൂറ് ചൊന്നപ്പ ആ മോണു രോഗത്തിലായിട്ടുള്ള അങ്ങനത്തെ മോണു നല്ല ആഫിയത്തോടു കൂടെ എഞ്ചിനുണ്ട്. അങ്ങനെ ഇത് കണ്ടിട്ട് ഹബീബുൻ നജ്ജാർ അപ്പമേ ആ നബിയിൽ വിശ്വസിച്ചിട്ട് മുഅ്മിനായിട്ട്. അങ്ങനെ പിന്നെ റസൂലിന്റെ ചൊന്തു നിങ്ങ ഇനി ദഅവത്താക്കു പോണ്ട റായത്തങ്ങ വല്ലാതെ വിഗ്രഹാരത്തിന് മുങ്ങിപ്പോയ ആൽമാരാണ്. ദുനിയാവുടെ സുഖാഡംബരത്തിൽ മുങ്ങിപ്പോയ ആൽമാരാണ്. അങ്ങ് ഒരിക്കലും നിങ്ങൾ ചൊല്ലങ്ങനത്തെ സന്ദേശം പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കില്ല. അതുകൊണ്ട് നിങ്ങ ജണ്ട എന്ന് മാത്രമല്ല ഇത് നിങ്ങൾ മുന്നിൽ ബന്ധങ്ങനത്തെ ജണ്ട ആൽമാർ അങ്ങ് അറസ്റ്റ് ആക്കിയിട്ടേ. അതുകൊണ്ട് നിങ്ങ പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ ആശയം നിങ്ങൾ ചൊല്ലുകുത്തീറ
നിങ്ങൾ വളരെ ഹിക്മത്തോടു കൂടെ ആ റായത്തിൽ നിങ്ങൾ ദാവത്താക്കണം. നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ അവിടെ ഒരു ഡോക്ടറേറ്റ് പോയിട്ട് നിങ്ങൾ ദാവത്താക്കണം ചെന്നിട്ടു അയാളുടെ ഈ മൂന്നാമത്തെ ബന്ധങ്ങത്തെ റസൂൽ നബിയുടെ കർത്തൃ അങ്ങനെ ആ റായത്തിൽ പോയിട്ട് ദാവത്ത പിന്നെ ഫസ്റ്റ് ഇയാൾ ഡോക്ടറേറ്റ് എല്ലാവരും രോഗങ്ങൾ നല്ലോണം ശിഫയാക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ചരിത്രവും വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വിശദീകരിക്കാം. അള്ളാഹു ഞങ്ങൾ കേട്ടതും ചൊന്നതെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.